ഹായ് ആർമീസ്, ഞാൻ ജുസനിമണിൻ്റെ 35th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എപ്പിസോഡിനകത്ത് കുറേ ഡയലോഗ്സ് ഒന്നും ക്ലിയർ അല്ല. എനിക്ക് തീരെ വയ്യ, പനി, ചുമ അങ്ങനെയൊക്കെ ആയിരുന്നു. സൗണ്ടൊക്കെ പോയി ഒന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ പല ഡയലോഗ്സും ക്ലിയർ അല്ല. ഞാനൊരു ഡയലോഗിന് 5-6 തവണ പറഞ്ഞ ശേഷമാണൊന്ന് ശരിക്കും ഒരു കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ ഡയലോഗ് വന്നത്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പോലും തിരിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. ഞാൻ എന്താ ചെയ്യണമെന്നോ? ഞാൻ എന്താ ചെയ്യണമെന്നോ? നിനക്ക് വേദനിക്കുന്നുണ്ടോ? നിനക്ക് വേദനിക്കുന്നുണ്ടോ? നിനക്ക് കുറച്ച് വേദനിക്കുണ്ടാവും ആവശ്യമുണ്ട്. ഈ ലോക റെസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന 5 മാസം നീ അവന്റെ മുട്ടിൽ തന്നെയായിരുന്നു. അവനൊന്ന് പോയപ്പോ കുറച്ച് സമാധാനം കിട്ടിയതാ. അപ്പൊ തന്നെ നീ അടുത്തവനെ വിളിച്ചു പറ്റി. നിനക്ക് ഇവന്മാരൊന്നും ഇല്ലാതെ പറ്റില്ല. ഞാൻ നിനക്ക് പേര്, ഞാൻ ഉണ്ടാക്കിയ പേര് നിനക്ക്. ത്രിലോകേട്ടൻ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല ചേട്ടൻ, നന്നായിട്ടറിയാം ഞാൻ എങ്ങനെയാ ത്രിലോകേട്ടനെ കാണി. പിന്നെ അറിഞ്ഞ ചേട്ടൻ നമ്മുടെ കല്യാണത്തിന് മുന്നേ ഞാനതെല്ലാം അവസാനിപ്പിച്ചതാ. ചേട്ടനൊന്നുമില്ല. എന്താണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ശ്രമിക്കാത്തത്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. മനസ്സൊഴുക്കം കൊണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അങ്ങനെ തന്നെ തോന്നും. നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാനെ കൊണ്ട് പറ്റില്ല. അടി, എന്റെ മനസ്സ് ഫുൾ ഒഴുക്കാം. പിന്നെ നിന്നെപ്പോഴൊരഴുക്ക് നിൽക്കുന്ന തലയിൽ വെച്ച ശേഷം അഴുക്ക് കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ അഴുക്കാണെങ്കിൽ ആ അഴുക്കിനകത്ത് തലയിലൊക്കെ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ തെറ്റാടി, എന്റെ തെറ്റ് പിന്നെ എടുത്തിട്ട് തലയെ പറ്റി വെച്ചത്. എന്റെ അമ്മയുടെ വാക്കും ത്രിലോക ദേശത്തിന്റെ പുറത്ത് ഞാൻ ജയിലായിരുന്നു. അത് ഞാൻ ചെയ്തുകൊണ്ട് ഇന്നിപ്പോ നീ തലയിലിരിക്കുന്നത് ഞാനീ കണ്ട് അനുഭവിക്കുന്നത്. ഞാനാരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. വേണ്ടാത്ര കല്ല് ഉപേക്ഷിച്ചൊക്കെ പോകാം. ഓ, മോള് പത്നിതാണെന്നൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇനി റിലേഷൻഷിപ്പ് വേണ്ടായിരിക്കും, നിനക്കുള്ള താല്പര്യമില്ലായിരിക്കുമല്ലേ? അല്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് ആരുടെ കൂടെ പോകാനോ? ത്രിലോകിന്റെ കൂടെയോ? അതെന്തായാലും നടക്കില്ല. അർജുന്റെ കൂടെ ആയിരിക്കുമല്ലേ? ഞാനിപ്പോ ആരുടെ കൂടെ പോയാലല്ല, അത് നിങ്ങളെ സമ്മതിക്കേണ്ട കാര്യമല്ല. എന്റെ മൈന, നീ എന്ത് കരുതി ഞാൻ നിന്നങ്ങ് ഉപേക്ഷിക്കുമോ? ചുമ്മാ പോലും നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നീ ഇപ്പട്ടെ എന്റെ ഭാര്യയായിട്ടങ്ങ് ജീവിച്ച് ഒടുങ്ങിയാൽ മതി. അത് കൂടുതലൊന്നും നീ ചിന്തിക്കണ്ട. പിന്നെ നീ അവനെ വിളിച്ചു വരുത്തിയിട്ട് വല്ല പ്ലാനും ഉണ്ടല്ലോ നിങ്ങൾക്ക്? വല്ല കറങ്ങാൻ പോക്കോ, റൂം എടുപ്പോ, അങ്ങനെ വല്ലേ? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നു, അതൊക്കെ കോളാക്കിയല്ലേ? പക്ഷെ സാരില്ല, അതൊക്കെ എൻ്റെ കൂടെ ആകാം. അവനൊക്കെ ബെറ്ററാന്ന് ഞാൻ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ള. ഇനിയും വേണമെങ്കിൽ ഞാൻ തെളിയിക്കാം. അതെന്താടി ഞാൻ തൊട്ട? അതെന്താടി ഞാൻ തൊട്ട? തന്റെ കഴപ്പ് തീർക്കാനുള്ളതല്ല എന്റെ ശരീരം. തനിക്കെന്നെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അതിന് വേണ്ട. അതിൽ നിന്ന് തരാനും എനിക്ക് പറ്റത്തില്ല. ഞാൻ തന്നോട് ഒരിക്കൽ കൂടെ പറയുക, താൻ എന്റെ സന്തോഷത്തോടെ, തനിക്ക് സ്നേഹത്തോടെ എന്റെ ശരീരത്തിൽ താൻ തൊട്ടോ ഞാൻ എല്ലാത്തിൽ നിന്നും തരും. പക്ഷെ ഇതുപോലെ എന്നോട് പെരുമാറരുത്. എന്താണ് ഇത്ര ലോകമുള്ള ധൈര്യത്തിലാണോ ഈ പോയതെല്ലാം? അങ്ങനെ വിചാരിക്കാൻ ഇഷ്ടം, അങ്ങനെ തന്നെ വിചാരിച്ചോ?
ലച്ചു, നീ ഒരുങ്ങിക്കെട്ടിയത് അങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. അപ്പച്ചിയും മുത്തശ്ശിയും അച്ഛനൊക്കെ ഒരു അമ്പലത്തിലേക്ക് പോവാം. എന്നോട് വരണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാനും പറഞ്ഞു വരാന്ന്. അതൊരു വീട്ടിലോട്ടിരിക്കുന്നത്. ഓ, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ? എന്താ ചോദിച്ചേ? ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ? വന്നു. എന്നാ ഞാൻ റെഡി ആയിട്ട് വരാം. നീ താഴത്തേക്ക് പോക്കോ. അല്ല, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ലടി. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ പ്ലാസ്റ്ററൊക്കെ അയച്ചിട്ടല്ലേ വന്നേ. ഇനി എനിക്ക് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നീ വെക്കോ, ഞാൻ താഴേക്ക് വന്നേക്കാം. അന്ന് ഞാൻ താഴത്ത് റെഡിയായിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഇത്ര നേരമായിട്ട് താഴെ കറങ്ങി വന്നില്ലല്ലോ. ഇത് റൂമിൽ എന്തെടുക്കും? ഫുഡൊന്നും ചെയ്യണ്ടേ? ഇനി എന്നോട് ദേശത്തിൽ ഫുഡ് വേണ്ടായിരിക്കും. പോകണ ടൈമായി. ഇപ്പൊ തന്നെ ലേറ്റാ. പോയേക്കാ നല്ലത്. അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുമ്പോൾ കുറേ ലേറ്റാവും. പൊന്നുമോളത് അങ്ങോട്ടാ? അത് കോളേജിലേക്ക്. നീയേ ഒരു കാലിൻ്റെ ഇടയ്ക്കും പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് നീ കോളേജിലേക്കും ഈ വീടിന്റെ മുറ്റത്തേക്കും ഇറങ്ങി വെച്ചാൽ മതി. പിന്നെ എന്റെ വാക്ക് കേൾക്കാത്തവർക്ക് പോകാൻ പരിപാടിക്ക് പൊന്നുപോലെ. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങളുടെ നിർമ്മലപ്പെടുത്തുള്ളവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു കുന്തവുമില്ല, നീ ഇവിടെ നിന്നോട്ട് അതിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞു പോയതല്ല അതിന്റെ നിർമ്മലമ്മ. അതിന്റെ നിർമ്മലമ്മയുടെ നീ ഇവിടെ നിന്നോട്ടെ, ഈ ഒരു കോളേജ് വിടുന്നെന്ന് പറഞ്ഞാലും അതും പുള്ളിക്കാരുടെ കണ്ണും പൂട്ടി ഓക്കെ പറയും. അതുകൊണ്ട് പൊന്നുമോള് എങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നോണം. ചേട്ടൻ്റെ മോളൊക്കെ ശരിയാകുമ്പോ ചേട്ടൻ തന്നെ നിന്റെ കോളേജിലേക്കും എങ്ങോട്ട് വീണെങ്കിലും വിടാം. അതുവരെ ഈ മുറ്റത്തിറങ്ങി പോകൽ. ഇപ്പോ ചേട്ടനെ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് പോവാ. ഫുഡൊന്നും കഴിക്കാൻ ടൈമില്ല. അപ്പൊ മോള് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലിരിക്കും. ചേട്ടൻ വൈകുന്നേരം വരാം കേട്ടോ. ത്രിലോകേട്ടൻ, നിങ്ങൾക്ക് അപ്പച്ചയുടെ കൂടെ പൊക്കൂടായിരുന്നു. എന്തിനാ വയ്യാത്ത കാലം വെച്ച് എന്റെ കൂടെ നടക്കാനിറങ്ങി? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നീയായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. നടക്കാൻ നോക്ക്. കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഞൊണ്ടി എറിഞ്ഞ് നടക്കുന്നത്. കാലം ഒരു ഒടിഞ്ഞിരിക്കും എന്നല്ല, അതിനൊരു കുറവില്ല. ആടി, എനിക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൾ പോഷകം വന്നേക്കും. എടി, ഇത്ര നാളും പ്ലാസ്റ്റർ ഇട്ടേക്കൊല്ലായിരുന്നു. ആ തൂര്യതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അതുണ്ട്. പിന്നെ ചെറിയ വേദനയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളുമായിരിക്കും. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്ന ശേഷം ഓഫീസിൽ പോകാൻ തുടങ്ങാൻ പോവാം. അതുകൊണ്ട് പൊന്നുമോൾ വായടിച്ച് വെച്ചിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. കുഴപ്പമില്ലെങ്കിൽ നല്ലത്. പിന്നെ ഇവിടുന്ന് വീട് വരെ നന്നായിട്ട് നടക്കാനുള്ള ദൂരമുണ്ട്. നല്ല വഴിയൊന്നുമല്ല. കുറച്ച് വേമക്കായ മേടിക്കുന്ന കായ മേടിക്കുന്നു പറഞ്ഞെങ്കിലും. ഞാൻ നടന്നോളാം, നീ നടക്കാം. വായടച്ച് നടക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അത് ചേട്ടൻ അമ്പലത്തിൽ വരണമെന്ന് ഇഷ്ടമല്ലാത്തല്ലേ? ഇതുവരെ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താ ഇന്ന് എൻ്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞു വന്നേ? ഞാൻ മുത്തശ്ശിയോടും അച്ചാമ്മയോടും അപ്പച്ചോടൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞെട്ടി നിന്നൊരു നിപ്പ് കാണണ്ട തന്നെ. എടി, കാലം പോകുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിക്കും പ്രവൃത്തിക്കും ഒരുപാട് മാറ്റം വരും. എനിക്ക് എന്തോ അമ്പലത്തിൽ വരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. അത്രേ ഉള്ളൂ. മരണം കൺമുമ്പിൽ കണ്ടപ്പോ ദൈവത്തെ വിളിച്ചു പോയല്ലേ? അങ്ങനെയും പറയാം. പണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ചിലവരൊക്കെ കൂടെ കാണുമെന്ന് വാക്ക് കൊടുത്തല്ലേ.
അപ്പോൾ ദൈവത്തെയൊക്കെ വിളിക്കേണ്ടി വരും. ഇവിടെ ഒരു കാട് കയറി അടി കിടക്കുന്ന ഇവിടെ ഉള്ളൊക്കെ നിന്ന് വെട്ടിത്തെളിച്ചൂടെ? അതിനൊക്കെ വെട്ടിത്തെളിക്കാൻ അങ്ങനെ എവിടെയുള്ളത്? മുത്തശ്ശൻ മറ്റേ ശേഷം മുത്തശ്ശിയുടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നിങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിറ്റിയിലേക്ക് മാറിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ അച്ചാച്ചൻ മറിച്ച ശേഷം അച്ചാമ്മ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് മുത്തശ്ശിക്ക് ഒരു കൂട്ടായത് തന്നെ. പിന്നെ എൻ്റെ സിധുവേട്ടൻ തറവാട് വിറ്റു സിധുവേട്ടൻ അച്ചാമ്മേനെ കൊണ്ട് വന്ന് ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നതുകൊണ്ട് മുത്തശ്ശിക്കും അച്ചാമ്മയ്ക്ക് ഒരു കൂട്ടുണ്ട്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്താനെ? എന്തെങ്കിലും ആവശ്യമോട് വരാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? സത്യം പറയുവാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഈ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നോക്കുന്ന പോലും. ഞാൻ ഇതുവരെ ഇവരെങ്ങനെ ജീവിക്കുന്ന പോലെ ആലോചിച്ച് നോക്കിയിട്ടില്ല. ഞാനല്ല, എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാവരും കമ്പനി, ബിസിനസ്, അതിൻ്റെയൊക്കെ പുറകുള്ള ഓട്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള മൂന്നരെ പറ്റിയൊന്നും ആരും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ കാണാൻ ഇന്ത്യ കാണുന്ന നേരെ എത്തിയെന്ന് ആരും ചിന്തിച്ച പോലെ നോക്കത്തില്ല അല്ലേ? ശരിയാ ചേട്ടൻ പറഞ്ഞത്. അല്ല, നീ ഹോസ്റ്റലിൽ നിന്ന് അവധിക്കൊക്കെ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു? എന്റെ ഓണം, ക്രിസ്മസ്, വലിയ അവധി എന്ന് കേട്ടാൽ ഞാൻ ഭാഗം വയ്ക്കത്തി കൊണ്ടിരുന്നു. ഇവിടെ വന്ന അച്ചാമ്മയുടെ മുത്തശ്ശിയുടെ ഫുഡ് കഴിക്കുമ്പോൾ ജീവ തിരിച്ചു കിട്ടും. പിന്നെ നമ്മുടെ പറമ്പിലും തോട്ടത്തിലും പാടത്തിലും കാവിലും കുളത്തിലും അമ്പലത്തിലൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ എവിടെ കിട്ടാനോ. പിന്നെ ഈ തവണ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടല്ല വന്നത്. അത് ഇവിടെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പച്ചി പറഞ്ഞപ്പോഴേ ഞാൻ ഓടിക്കാശ് ഇങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കുറേയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും വലിയവധിക്ക് നീ വന്ന സമയത്ത് അവിടുന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങോട്ട് പിന്നെ കാണാൻ വരുമായിരുന്നല്ലോ. എന്നെ പിന്നെ വിളിക്കാറില്ല. അന്ന് ഞാൻ നിന്നോട് അങ്ങനെ ചെയ്ത ശേഷം നിന്റെ അടുത്ത് പോലും അടുപ്പിക്കാറില്ലല്ലോ. 2-3 ദിവസമൊക്കെ നിന്നിട്ട് അവര് തിരിച്ചങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ പാടത്തിന്റെ മുഖത്ത് ബൾബ് തെളിഞ്ഞ് നിൽക്കുന്ന പോലെ പ്രകാശം, അത് ഞാൻ കാണാനുണ്ടായിരുന്നു. ശരിയാ, ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് മുത്തശ്ശാച്ചാന്നെ വരും. അവിടെ നിന്ന് അവരൊക്കെ വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ നിലത്തൊന്നുമല്ല. അവരവിടുന്ന് വരുന്ന വരെ ഞാൻ വെളിയിറങ്ങി കാത്തിരിക്കും. പിന്നെ അവരെ വന്നു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നത്. പിന്നെ പാടത്തേട്ട് ഞാനും പാടത്തേട്ടോട് കൈപ്പിടിച്ച് ഇവിടെ ഫുൾ നടക്കുമായിരുന്നു. അതൊക്കെ എന്ത് രസമുള്ള മോമെന്റ്സാണെന്നറിയോ. അവർ വരുമ്പോ ഞാൻ നോക്കാറുണ്ട് ചേട്ടനുണ്ടോന്ന്. കാണാതാവുമ്പോ ഞാൻ വിചാരിക്കും എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, എന്നെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വരാത്തായിരിക്കും. അതൊക്കെ വിടും, നമുക്ക് പോയി കുളം കാണാം. നമ്മുടെ തറവാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ കുളമാണ്. പണ്ടിവിടെ ഒരുപാട് താമരയും മീനും ആമ എല്ലാം ഉണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ. ചേട്ടനൊന്നും ഓർമ്മയില്ലേ? ഓട്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിന്റെ അത്രയ്ക്കുള്ള ഓർമ്മകളൊന്നുമില്ല. സത്യം പറയുവാണെങ്കിൽ നിനക്കും ഭാരതിനും കരനും വൃത്തിക്കും സിദ്ധുവിനൊക്കെ മാത്രം ഇവിടെ നല്ല ഓർമ്മകളുള്ളൂ. എനിക്കങ്ങനെ ഒന്നുമില്ല. എന്നോട് അന്ന് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണോ അപ്പച്ചിയും അമ്മാവനും ചേട്ടനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാത്തത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് പറയാം. നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ ഓരോ പ്രോഗ്രാമിലും കാര്യങ്ങളൊക്കെ വരുമായിരുന്നല്ലോ. അതിനുശേഷം നീയുള്ളപ്പോ എന്നെ ആരും വിളിക്കാറുണ്ടായിരുന്നില്ല. നീ ഇല്ലാത്തപ്പോ ഞാനിവിടെ വരുമായിരുന്നു. എന്നാലും എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു. പിന്നെ സിദ്ധുക്കാരനത്തേക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങ് നിൽക്കും. നിനക്കറിയാലോ,
ഇവിടത്തോടെ എനിക്ക് ഒരു അറ്റാച്ച്മെന്റോ കമ്മിറ്റ്മെന്റ്സോ ഒന്നുമില്ല. ത്രിലോകേട്ടൻ എന്നോട് അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ബേബി നമ്മുടെയൊക്കെ ഇടയിൽ കുറെയൊക്കെ ഓക്കെ ആയിരുന്നല്ലേ. മേബി. നീ അതൊക്കെ വിടും. ഇനി അങ്ങോട്ട് പോണ്ടേ? അപ്പുറത്തുള്ള സർപ്പൊക്കെ അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് ഇനിയിപ്പോൾ പോകണ്ട. വൈകുന്നേരം നമുക്ക് എന്നാ കടവളക്കാൻ പോവാം. എന്നാ അത് മതി, വൈകുന്നേരം പോവാം. എന്നാ വാ, നമുക്കിപ്പോ വീട്ടിൽ കയറാം. പോവാം. ഓയ്, എന്താ പരിപാടി? കുറെ നേരമായിട്ടാ ഫോണും കൊണ്ടൊന്ന് പൊടിഞ്ഞിട്ട. അത് ഞാൻ മീനുവിനെ വിളിച്ചതാ. അവളോട് പാർട്ടിയുടെ കോളേജിൽ പോകണ്ട, വീടിൻ്റെ വെളിയിൽ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അവൾ ഭയങ്കര കരച്ചിലൊക്കെയാ. എന്തോന്ന്? കോളേജിൽ പോകണ്ട വീടിന്റെ പേരിൽ കേട്ടോ? ഒരു ഭ്രാന്താണ്. ഞാനവനൊന്ന് വിളിക്കട്ടെ. ചേട്ടാ വേണ്ട, അവരുടെ ഇടയിൽ പ്രശ്നമല്ലേ, അത് അവര് തീർത്തോളും. ചേട്ടൻ ചെന്നത് ഇടപെടുമ്പോൾ പാർട്ടിയുടെ ഇപ്പം ദേഷ്യം കൂടുത്തിയോളും. പ്ലീസ് വേണ്ട. അവരുടെ പ്രശ്നം, അവരുടെ എന്ത് പ്രശ്നമാണെങ്കിലും അവള് കോളേജിൽ പോകും. എന്റെ വെളിയിറങ്ങി എന്ന് പറയാൻ അവനാരാ? നീ ചുമ്മാ അവന് സപ്പോർട്ട് പിടിക്കരുത്. പാർട്ടിയെ സപ്പോർട്ട് പിടിച്ചതല്ല, ഈ കാര്യം പറഞ്ഞത്. അവരുടെ പ്രശ്നം അവര് തീർത്തോളും. ചേട്ടൻ നിന്ന് ഇടപെടുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് ഇറക്കുള്ളൂ. ഇപ്പൊ തന്നെ മീനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടാ അവളിപ്പോൾ പാർട്ടിയോട് വിലയെത്തി സംസാരിച്ചു കാണും. അല്ല, എന്തെങ്കിലും അവൾ വിളിച്ച് പറഞ്ഞു കാണും. അതുകൊണ്ടൊക്കെ സംഭവിച്ചത്. അപ്പൊ നീ എന്താ പറഞ്ഞു? അഡ്ജസ്റ്റ്മെന്റ് പേര് അവൻ പറഞ്ഞ എല്ലാ പൊക്കിത്തരം കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നവള് ഒന്നിരിച്ച് പറയട്ടെ. എടി, അവള് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ലേ? നീ അവളെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ലേ? ചേട്ടൻ ഞാനെന്താ പറയുന്നത് ചേട്ടൻ മനസ്സിലാക്കുന്നില്ല. നീ പറഞ്ഞ ഞാൻ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, നീ പറഞ്ഞെനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ നീനോട് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ അവനെ വെച്ചേക്കില്ല. അവന് ഞാൻ അവസാനത്തെ വാണിനും കൊടുത്ത് കഴിഞ്ഞു. ഇനിയില്ല. എന്താ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? രാവിലെ തൊട്ടാണ് അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആരും അവോയ്ഡൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല. ഓ, അങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങളുടെ പുറത്ത് മിണ്ടാൻ പറഞ്ഞ് വരത്തില്ല. നിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അതിനോട് വേണ്ടിയാൽ മതി. ഹലോ മീനു, ഞാൻ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു? നീ നിന്റെ ഫോൺ എടുക്കാതെ. നീ ഓക്കെ ആണോ? എന്നോട് ലച്ചു എല്ലാം പറഞ്ഞു. എന്താടി പ്രശ്നം? നീ എപ്പോഴും ഒന്നുമില്ല, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? ഓക്കെ, നീ അവൻ പറയുന്ന പിച്ചും വെള്ളം കേട്ട് അവിടെ തന്നെ ഇരുന്നു. പറഞ്ഞു എന്തിനാ അവളെങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വായിച്ചോ, അവളോട് വേണ്ടെന്ന്. പക്ഷെ നീ കേട്ടില്ല. എനിക്ക് അറിയാം ഇനി എന്താ ചെയ്യട്ടെ. എന്റെ ത്രിലോകേട്ടാ, എന്ത് മഴയുടെ വെട്ടാ, നമ്മൾ എങ്ങനെ പോകും? നിന്നോട് നമ്മൾ വന്നപ്പോ തൊട്ട് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്ത് വെക്കണം, അപ്പൊ നേരത്തെ പോകണമെന്ന് പറഞ്ഞതാ. അപ്പൊ നീ എന്താ തെക്കോട്ട് വടക്കോട്ട് നടന്ന്? ഒരു കാര്യം ഇനി ചെയ്യണ്ട, ഇവിടെ അങ്ങ് ഇരിക്കും. മഴയുടെ വെട്ടും കഴിഞ്ഞിട്ടാണ് പോകാം. ഞാൻ അറിഞ്ഞു മഴയുടെ വെട്ടൊക്കെ ഉണ്ടാവും. എടാ, നമ്മൾ എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകണം അത് നിനക്ക് അറിയത്തില്ലേ? അപ്പൊ നീ നേരത്തെ എല്ലാം ചെയ്ത് വെക്കണമായിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക്. നിങ്ങൾ അങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഈ ഇടിവെട്ട മഴയേക്കായ ഒച്ചയാണല്ലോ നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഋത്വിക്, നീ ഇതുവരെ പോയില്ലേ? ഞാൻ നിന്നോട് നേരത്തെ പൊക്കോളാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ പുറകെ വന്നോളാം. അത് പാർത്തേട്ടന് ഇതുവരെ പോവില്ലായിരുന്നു, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കൂടെ അങ്ങ് നിന്നതാ. പാർത്ത് ഇതുവരെ പോയില്ലേ?
പാർട്ട് നീ ഇതുവരെ പോയില്ലേ? ആടാ ഞാൻ പോയില്ല. നമ്മുടെ ആ ന്യൂ പ്രോജക്റ്റിന്റെ പ്ലാൻ അതങ്ങ് സെറ്റ് ആകുന്നില്ലായിരുന്നു. അതിന്റെ കാര്യം നോക്കിയിരിക്കുവായിരുന്നു. ലേറ്റായി. എടാ നീ വീട്ടിൽ പോകുന്നത് ഇപ്പൊ തന്നെ 12 മണി. അതും വേറെ മഴ ഇടിവെട്ടും. മീനോടെ ഒറ്റയ്ക്കല്ലേ, അവൾക്കാണ് ഇടിവെട്ടുന്ന മഴയെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിയാടാ. ഇപ്പൊ തന്നെ പേടിച്ച് വിറച്ച് കാണും. നീ വീട്ടിൽ പോകാൻ നോക്ക്. ആ ശരിയാണല്ലോ, മീനൂന് ഇടിവെട്ട് മഴയൊക്കെ പേടിയാ. ഒരു തവണ അവള് പേടിച്ച് ബോധം വരാൻ പോയിട്ടുണ്ട്. ആ കാര്യം മറന്നുപോയി. എന്നാ ശരി, ഞാൻ പോവാ. അവളിപ്പോ പേടിച്ച് വിറച്ചിരിക്കുമായിരിക്കും. വിളിച്ചവളെ ഫോൺ പോലും എടുക്കത്തില്ല. ഓഫ്. പേടിക്കണ്ട, ഞാൻ പറയുന്നില്ലേ, എന്തിനാ പേടിക്കണേ? ലച്ചൊന്ന് പോയി കിടക്കാൻ നോക്കി. എത്ര മണിയായെന്നറിയാം. അവര് വന്നിട്ട് കിടന്നോളൂ അപ്പച്ചി. ലച്ചൊന്ന് കയറി കിടക്കാൻ നോക്കുക. ഋത്തിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല. ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര മോശമല്ല, അത് കാരണം മഴ കുറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ നിൽക്കുക. എന്നാലും ഞാൻ അവർ വന്നിട്ട് കിടന്നോളായിരുന്നു. അവർ വന്നോളും, നീ കയറി കിടന്നുറങ്ങാൻ നോക്കിക്കേ.